അങ്ങനെ നമ്മൾ അടുത്തൊരു ട്രെയിലർ ഇത് ടീസർ എന്നല്ല ഫസ്റ്റ് പഞ്ച് വീഡിയോ റേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ LIK ലവ് ഇൻഷുറൻസ് കമ്പനി നമ്മൾ പ്രദീപ് രഘുനാഥിന്റെ അടുത്ത സിനിമയാണ്. വിഘ്നേഷ് ശിവനാണ് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ നയൻതാരയാണ്. എന്തായാലും കണ്ടുനോക്കാം. எங்கேயோ போயிடுச்சு. வருஷம் 2040 ஆனா ஒருத்தன் இல்லாத ஒண்ணு இன்னும் இருக்குன்னு ലവ് ട്രാക്ക് இந்த லவ் அட் ஃபர்ஸ்ட் சைட்ங்கிறது இன்னும் இருக்குங்க. அதுல பார்த்த சும்மா நெத்தி பொட்டுல இருந்து கால் கட்டவர் வரைக்கும் ஆச்சு. தீமா ரிக்வெஸ்ட் நம்ம இப்போ எவல்யூஷன்ஷிப்ல இருக்கோம். இந்த சிச்சுவேஷன்ஷிப், டெக்ஸ்லேஷன்ஷிப், கஸ்டிங், டெல்யூஷன்ஷிப், பிரெட் கிரம்பிங், பெஞ்சிங், நானோஷிப்பை விட பியூரான ரிலேஷன்ஷிப் தான் எனக்கு வேணும். உங்களுக்கு புரிஞ்சிடுச்சுல? இப்படிப்பட்ட ஒருத்தன் இந்த காலத்துல லவ்ல ஜெயிச்சிட முடியுமா? இல்ல எங்க அண்ணன் சூரியன் தான் விட்டுருவானா? லவ் இன்சூரன்ஸ் கம்பெனி இதெல்லாம் தாண்டி உன் ஆளோட எப்படி சேர போற? எவ்வளவு பண்ண தெரிஞ்ச அந்த பிரபஞ்சத்துக்கு அதையும் பண்ண தெரியும். ലവ് വിഷൻസ് എന്തായാലും വീഡിയോ കൊള്ളാം. ഇത് ടീസർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സൈഫൈ സംഭവമാണ് ഇതിൽ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇടക്കിടയ്ക്ക് VFX എടുത്തു പറയുന്നത് എന്നാലും അവർ വെള്ള പഠിച്ചിട്ട് നല്ല ചെയ്തിട്ടാണോ തോന്നുന്നത്. അത്യാവശ്യം ഒരു ഭയങ്കര ഇടൊന്നും പ്രതീക്ഷിക്കണ്ട. ആൻഡ് ഇതിലെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇവിടുത്തെ കുറെ മാട്രിമോണി ആപ്പ് അതേപോലെ എന്തെങ്കിലും സംഭവം ഇൻഷുറൻസ് അതേപോലെ LIK എനിക്കൊന്നും അതായിരിക്കും ഡേറ്റിംഗ് ആപ്പ് പോലെ സംഭവം എന്തോ ആണ് എന്തെന്ന് അറിഞ്ഞൂടാ. എന്തായാലും പടം ഒരു വലിയ അറിയാൻ പറ്റും. എന്തോ സൈഫൈ എന്തോ സംഭവമാണ്, ഫ്യൂച്ചറിസ്റ്റിക് സംഭവമാണ് സൈഫൈ. 2040 നടക്കുന്നത്. VFX എടുത്തു പറയുന്നത് എന്നാലും കൊള്ളാം, നൈസ്. ഫ്യൂച്ചറിലെ പറയുന്ന ഒരു റൊമാൻറ്റിക് അതില് സൈഫൈ ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ടൊക്കെ നന്നായിട്ട് വരട്ടെ. ഒരു പുതിയ അറ്റംപ്റ്റ് ആയിരിക്കും ഇത്. സോ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും അടുത്തൊരു പ്രോപ്പർ ട്രെയിലർ, പിന്നെ അതിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ സിനിമ നമുക്ക് കണ്ടതിന് ശേഷം എന്താണെന്ന് പറയാൻ പറ്റും. എന്തായാലും അതിനടുത്ത് ഡിസപ്പോയിന്റ് ചെയ്യില്ല. എന്നാലും ഒരു കുറെ ആ ഒരു 2040 എന്തൊക്കെ ആയിരിക്കും കുട വരെ ആ ഒരു കസ്റ്റമേഴ്സ് ഫസ്റ്റ് തന്നെ പിന്നെ കാണിക്കുമ്പോ ബാക്കിൽ മറ്റേ യാഷിന്റെ പോസ്റ്റർ കാണിക്കുന്നുണ്ട്. സോ ഇത് എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും സോ നൈസ് സാധനം. ആ ലാസ്റ്റത്തെ പാട്ട് കുറച്ച് നൊസ്റ്റാൾജിക് സംഭവം തന്ന്. സോ എന്താ പറയാ, ഇത്രേ ഉള്ളൂ. അടുത്തൊരു റിയാക്ഷൻ വീഡിയോക്ക് കാണുമ്പോഴേ സൈനിങ് ഓഫ് ഗൈസ്.